സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒക്കൂമയുടെ ITX എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ITX എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഓൾറെഡി ഒരു ITX CB എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ITX CB എന്ന് പറഞ്ഞാൽ ഈ ഒരു ITXൻ്റെ JDM വെർഷനായിരുന്നു ITX CB, കുറച്ചൊരു പ്രീമിയം മോഡൽ. ഇത് നമുക്ക് ഒരു ഇതല്ലാതെയും പോക്കറ്റിന് ഒതുങ്ങുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റീലാണിത്. പിന്നെ ITX എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കാർബൺ ഫ്രെയിമിൽ വരുന്ന അല്ലെങ്കിൽ കാർബൺ ഉപയോഗിച്ചിട്ടുള്ള റീലുകളാണ്. അതായത് C40X എന്ന് പറഞ്ഞ കാർബൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ITXൻ്റെ റോട്ടർ അതുപോലെ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റീല് നമ്മുടെ 4000 സൈസ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് 4000ലും അതുപോലെ 3000 സൈസിലുമാണ്. ഈ 4000 സൈസ് റീൽ നോക്കണം, ആകെ 280 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷേ നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ഫീൽ ചെയ്യും. നമുക്ക് ഏത് മീനെയും പിടിക്കാൻ പറ്റുന്ന, അത്യാവശ്യം നമ്മൾ ഡ്രാഗ് കൊടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഫീൽ ചെയ്യുന്ന റീലാണ്. കാരണം അത് കാർബൺ വരുന്നത് കൊണ്ടാണ് നമുക്ക് ലൈറ്റ് വെയിറ്റ് എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന റീല്. പിന്നീട് നമുക്ക് 4000 സൈസിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് 7+1 ടോട്ടൽ 8 പെർഫോമിംഗ് ബെയറിംഗ് ആണ് ഈ ഒരു റീലിൽ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഇതിൽ ഗിയർ റേഷ്യോ വരുന്നത് 6.0:1 ഗിയർ റേഷ്യോ വരുന്നുണ്ട്. ഒരു ഗിയർ റേഷ്യോ മോഡലാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞ ആകെ 255 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ, 10 കിലോ ഡ്രാഗ് വരുന്നുണ്ട്. നമ്മൾ 3000 സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 8 കിലോ ഡ്രാഗാണ് 3000 സൈസിൽ വരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടറുകൾ അതുപോലെ ജിഗ്ഗിങ്ങിന് വേണ്ടിയൊക്കെ നല്ല ഐഡിയൽ ആയിട്ടുള്ളൊരു സൈസാണ് 3000 സൈസ്. നമുക്ക് വെയിറ്റ് വരുമ്പം ആകെ 235 ഗ്രാം നമുക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഒരു എന്താ പറയുക, ലൈറ്റ് റോഡുകൾക്ക് കൂടി പെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ റീലാണ്. നമുക്ക് 8 കിലോ ഡ്രാഗ് വരുന്നുണ്ട്. 6.0:1 ആണ് ഗിയർ റേഷ്യോ വരുന്നത്. 7 ബെയറിംഗ് വരുന്നുണ്ട്. പിന്നീട് ഇതിൽ വന്നുള്ള ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കാർബൺ ഡ്രാഗ് വാഷേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് ഡ്രാഗ് സെറ്റ് ചെയ്യാവുന്ന കാർബൺ ഡ്രാഗ് വാഷേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് ഇതിൽ ടോട്ടലായിട്ട് നമ്മുടെ ഒരു കാർബൺ ടച്ചാണ്, ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. നമ്മളെ ഡ്രാഗുകളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും കാർബൺ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെയിലാണ് വന്നിട്ടുള്ളത്. പറയില്ല, നമ്മുടെ ഒരു റോഡിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് റിജിഡിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നീട് ആൻഡിലാണെങ്കിലും നമ്മുടെ സാൾട്ട് വാട്ടർ റീലുകളുടെ ആൻഡിൽ വരുന്നത് പോലെ സോളിഡ് സ്ക്രൂ ഇൻ ആൻഡിലാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് വലിയ മീനുകളെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, പേടിയില്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ട് മാറ്റി വെക്കാവുന്ന സോളിഡ് സ്ക്രൂ, എന്താ പറയുക, അലൂമിനിയം കട്ട് സോളിഡ് സ്ക്രൂ ഇൻ ആൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് വരുമ്പോൾ നമുക്ക് 4000 സൈസ് സീരീസിൻ്റെ റേറ്റ് വരുന്നത് 6800 റുപ്പീസും 3000 സീരീസിന് 6400 റുപ്പീസ് റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിന് വർത്തായിട്ടുള്ള റീലാണ് ഒക്കൂമയുടെ ITX എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ടാക്കിൾ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അടിപൊളി റീല്, കാണാൻ നല്ല ഭംഗിയുള്ള സോളിഡ് ആയിട്ടുള്ള റീല് നമ്മളിപ്പോൾ ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. താങ്ക് യു.